കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ എപ്പോഴെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കെ.സി. വേണുഗോപാൽ ഒരു ഘട്ടത്തിലും ഞാൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്ന് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരിടത്തും സൂചന പോലും നൽകിയിട്ടില്ല. അങ്ങനെ ഒരാളിൻ്റെ പേരിൽ ഇതാ മുഖ്യമന്ത്രിയായി ഹെലികോപ്റ്ററിൽ കെ.സി. വേണുഗോപാലിനെ കെട്ടിയിറക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ പ്രതിരോധമൊരുക്കുക എന്നത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം. കെ.സി. വേണുഗോപാലിന് വേണ്ടി പ്രതിരോധമൊരുക്കാൻ കെ. സുധാകരൻ മുതൽ എ.എം. രോഹിത് വരെയുള്ള നേതാക്കന്മാർ, അതായത് പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും നേതാക്കന്മാർ രംഗത്തെത്തി. അതിനകത്ത് എം.പിമാരുണ്ട്, KPCCയുടെ ചുമതല വഹിക്കുന്ന ആളുകളുണ്ട്. അവരത് ചെയ്തത് അവരുടെ ഒരു നേതാവ് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന് ചില ആളുകൾ സമർത്ഥിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ്. അല്ലാതെ കെ.സിയെ മുഖ്യമന്ത്രിയാക്കണം എന്നതിൻ്റെ പേരിലല്ല. ഒരു നേതാവിനെ ഇകഴ്ത്തിക്കാട്ടാൻ, അത് അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും ആര് ശ്രമിച്ചാലും പ്രതിരോധിക്കേണ്ടത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം. ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ കെ.സിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് കെ.സി എന്ന് പറയുന്ന നേതാവിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മറ്റു ചില ആളുകളെ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് അവർ പദവികൾ കിട്ടിയപ്പോൾ ആ പദവികളെ ഈ കോൺഗ്രസ്സിലെ തന്നെ നേതാക്കന്മാരോട് ഏതു തരത്തിൽ പെരുമാറാനെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കെ.സി. വേണുഗോപാൽ എന്തായാലും പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയറായാണ്. ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാനൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ പൂജയാന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കേട്ടുള്ളൂ. ചില അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് കുഴപ്പം ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും ഞാൻ താല്പര്യമില്ല. ഞാൻ ഈ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇത്തിരി കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, എനിക്ക് അവരോടാണ് പറയാനുള്ളത്, ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാനതിന് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഇതിന് മാത്രമാണ് ചോദിച്ചത്. ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞു. സുധാകരന്റെ പോസ്റ്റ് തെറ്റായി ഞാൻ പറയുന്നല്ല, ഓരോരൊക്കെ അവരുടെ സ്വാതന്ത്ര്യം സീനിയർ. ഞാൻ പറയുന്നത് പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പം സുധാകരൻ മാത്രമല്ല, സഹോദര ഞാൻ പറഞ്ഞു കൃത്യമായി വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാരണം ഇതിനകത്ത് ഞാൻ എൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പാർട്ടിക്കാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം കൃത്യമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകും. കേരളത്തിൽ ഒന്നും ഉണ്ടായിട്ടുണ്ട്. സ്മൂത്തായിട്ട് എല്ലാവരും യോജിച്ചു. അതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. അതൊന്നും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക്. അതായത് കേന്ദ്ര സർക്കാരിനെതിരായി അതിശക്തമായ പോരാട്ടം അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള ഒരാളിനെ ഇകഴ്ത്തി കാണിക്കാൻ നടത്തുന്ന ശ്രമം ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാക്കുന്ന അവമതിപ്പ് ചെറുതല്ല എന്ന് തിരിച്ചറിയാനെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടല്ലേ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത്. അതെങ്ങനെയാകുമെന്നുള്ളത് പെട്ടിക്കകത്തിരിക്കുന്ന കാര്യമാണ്. ഒരു പ്രവാചകനും കൃത്യമായി നിശ്ചയിക്കാൻ കഴിയാത്തതാണ് ജനവിധി എന്ന് പറയുന്നത്. നമ്മൾ തൂത്തുവാരുമെന്ന് പറയുന്നയിടത്ത് തലയിൽ മുണ്ടിട്ടോടേണ്ടുന്ന ഗതികേടുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്നുകൂടി ചിന്തിക്കണ്ടേ. അപ്പോൾ ജനവിധി എന്ന് പറയുന്നത് ആരുടെയും കയ്യിലിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ ജനവിധി വന്നതിന് ശേഷമാണ് ഈ ചർച്ച. ഇതിപ്പോൾ കെ.സി. വേണുഗോപാൽ
ഈ വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന BJPയുടെ അജണ്ടയെ കുറിച്ച് പറയുന്ന വീഡിയോയുടെ കീഴെ പോലും വന്ന് വീടി എന്ന് പോസ്റ്റ് ഇട്ട് പോവുകയാണ്. ആര് പറഞ്ഞിരിക്കുന്നു VD സതീശൻ മുഖ്യമന്ത്രി ആകില്ല എന്ന്? ആര് പറഞ്ഞു KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന്? ആര് പറഞ്ഞു രമേശ് ചെന്നിത്തല ഇവിടെ മുഖ്യമന്ത്രിയാകുമെന്ന്? രമേശ് ചെന്നിത്തല ആകില്ല എന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സ്വയം സൃഷ്ടിച്ചെടുത്ത ബിംബങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ നടത്തുന്നത് പാർട്ടിയെ നശിപ്പിക്കാൻ മാത്രമേ കാരണമാകൂ എന്നെങ്കിലും ഈ പറയുന്ന അണ്ണന്മാർ മനസ്സിലാക്കിയാൽ നല്ലത്. ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാതൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കേട്ടോളൂ. ചില മാധ്യമം അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. ഓ അത് ശരി. സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായി ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാരണം ഇതിനകത്ത് ഞാൻ എൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പാർട്ടിക്കാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം മനുഷ്യമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകുന്നത്. കേരളത്തിൽ ഒന്നുണ്ടായില്ല. സ്മൂത്തായിട്ട് എല്ലാവരും യോജിച്ചു. അതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. അതൊന്നും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് ശരി. എനിക്ക് ഇതിന്റെ ചോദ്യം കെ സുധാകരനെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോ ഈ ഡിലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യമില്ല. സാഹോദര്യത്തിന്റെ ഒരു പ്രാധാന്യമില്ല സഹോദര. സാഹോദര്യത്തിന്റെ ഒരു പ്രാധാന്യമില്ല. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് പാർലമെന്റിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു കിട്ടുക. 2 സ്റ്റേറ്റ് ഇലക്ഷൻ പോകുമ്പോൾ അവിടുത്തെ MP മാർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്ന ഇവിടെ വിളിച്ചുകൊണ്ടുവരും. ഇതിട്ട് വലിയ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം എങ്ങനെ കുത്തിവെപ്പിക്കാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. നേതാക്കന്മാരെല്ലാം വളരെ വളരെ സീനിയർ നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആ കുഴപ്പം ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും ഞാൻ താല്പര്യമില്ല. ഞാൻ ഈ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇതൊരു കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി വരും ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു